നമസ്കാരം. പ്രധാന വാർത്തകൾ. നികുതി വർധനയുടെ പേരിൽ എഐ ഗ്രൂപ്പുകൾ VM സുധീറിനെതിരെ KPCC ഓഫീസിലെത്തിയത് വെള്ളക്കരം ചർച്ച ചെയ്യാനെന്ന് പ്രചരിപ്പിച്ചെന്ന ആരോപണം. സുധീറിന്റെ നിലപാടിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിക്കും അതൃപ്തി. നികുതി വർധന പിൻവലിക്കണമെന്നത് പാർട്ടിയുടേതല്ല, സുധീറിന്റെ മാത്രം നിർദ്ദേശമെന്ന ആക്ഷേപം. മഹാരാഷ്ട്രയിൽ BJP ശിവസേന സീറ്റ് തർക്കത്തിന് പരിഹാരം. ശിവസേന 151 സീറ്റിൽ തന്നെ മത്സരിക്കും. BJPക്ക് 130 സീറ്റ്. കോൺഗ്രസ് NCP ചർച്ചയിൽ ധാരണയായില്ല. അന്തിമ തീരുമാനം നാളെയെന്ന് കോൺഗ്രസ്. വ്യാജ ഏറ്റുമുട്ടലുകൾക്ക് തടയിടാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഏറ്റുമുട്ടൽ കേസുകളിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വ്യക്തമാക്കി മാർഗരേഖ പുറത്തിറക്കി. ഏറ്റുമുട്ടൽ നടന്നാൽ കോടതിയെയും മനുഷ്യാവകാശ കമ്മീഷനെയും അറിയിക്കണം. ഉദ്യോഗസ്ഥർക്ക് തിരക്കിട്ട് പാരിതോഷികം നൽകരുതെന്നും കോടതി. ഡൽഹി മൃഗശാലയിൽ +2 വിദ്യാർത്ഥിയെ കടുവ കടിച്ചു കൊന്നു. 17-കാരൻ കടുവയ്ക്ക് മുന്നിലേക്ക് വീണത് അബദ്ധത്തിൽ. പോലീസ് ഏറ്റുമുട്ടൽ കേസുകൾക്ക് സുപ്രീം കോടതി മാർഗരേഖ പുറപ്പെടുവിച്ചു. ഏറ്റുമുട്ടലുകൾ ഇനി മുതൽ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് കോടതി ഉത്തരവിട്ടു. ഏറ്റുമുട്ടൽ സംഭവങ്ങൾ സംസ്ഥാന പോലീസിന്റെ കുറ്റാന്വേഷണ വിഭാഗമോ പ്രത്യേക അന്വേഷണ സംഘമോ അന്വേഷിക്കണം. മുംബൈയിൽ 1997-ലുണ്ടായ പോലീസ് ഏറ്റുമുട്ടൽ സംഭവങ്ങളിൽ ഗുണ്ടാത്തലവന്മാരെന്നാരോപിക്കപ്പെട്ടിരുന്ന ജാവേദ് ഫത്വ, സദാ പൗലെ, വിജയ് ടാണ്ടൽ എന്നിവർ കൊല്ലപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. പോലീസ് നടപടിയിൽ സംശയം പ്രകടിപ്പിച്ച് നിരവധി മനുഷ്യാവകാശ സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഏറ്റുമുട്ടലുകളിൽ പോലീസ് കുറ്റവാളികളുടെ സഹായം തേടുന്നതായും അവരെ ഉപയോഗപ്പെടുത്തുന്നതായും ആരോപണമുയർന്നു. ഈ ഹർജികൾ വിചാരണ നടത്തി ഉത്തരവ് പുറപ്പെടുവിക്കവെയാണ് പോലീസ് ഏറ്റുമുട്ടലുകൾക്കായി സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. ഏറ്റുമുട്ടലുകൾ ഇലക്ട്രോണിക് സംവിധാനത്തിൽ രേഖപ്പെടുത്തുകയോ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുകയോ ചെയ്യണമെന്ന് കോടതി ഉത്തരവിട്ടു. ഏറ്റുമുട്ടലുകൾ ഉണ്ടായാൽ അക്കാര്യം കോടതിയെ അറിയിക്കണം. എത്രയും വേഗം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം. സംഭവത്തെക്കുറിച്ച് സംസ്ഥാന പോലീസിന്റെ കുറ്റാന്വേഷണ വിഭാഗമോ പ്രത്യേക അന്വേഷണ സംഘമോ വിശദമായ അന്വേഷണം നടത്തണം. ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ കുറ്റക്കാരില്ലെന്ന് തെളിയിക്കപ്പെടും വരെ ഉദ്യോഗക്കയറ്റം നൽകരുതെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സമീപകാലത്ത് വ്യാജ ഏറ്റുമുട്ടൽ സംഭവങ്ങളെക്കുറിച്ച് വ്യാപകമായി ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള സാഹചര്യത്തിലാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. മീഡിയ 1, ഡൽഹി. നിയമവിദഗ്ധനും BJP നേതാവുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കൊച്ചി സ്റ്റുഡിയോയിൽ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് KS മധുസൂദനൻ അദ്ദേഹവും കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമം മീഡിയ 1 ഗ്രൂപ്പ് എഡിറ്ററുമായ ശ്രീ O അബ്ദുറഹ്മാൻ കോഴിക്കോട് സ്റ്റുഡിയോയിലുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ O അബ്ദുറഹ്മാൻ, ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രമേൽ പ്രധാനപ്പെട്ടതാണ് കോടതിയുടെ ഈ ഇടപെടൽ? ഈ മാർഗനിർദ്ദേശങ്ങൾ മാർഗരേഖ ഏറ്റുമുട്ടൽ കേസുകൾക്ക്, കൊലപാതകങ്ങൾക്ക് അറുതി ഉണ്ടാക്കുമോ? ഈ സുപ്രധാനമായ വിധിയിൽ സുപ്രീം കോടതി ആരംഭിക്കുന്നത് തന്നെ ഭരണഘടനയുടെ 21-ാം ആർട്ടിക്കിൾ കോട്ട് ചെയ്തുകൊണ്ടാണ്. അതായത് അന്തസ്സോടെ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശം അത് പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം എന്നുള്ള തത്വത്തിൻ്റെ വെളിച്ചത്തിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി പറയുന്നത്. വളരെ ശ്രദ്ധേയമാണ്. രാജ്യത്ത് പോലീസുമായുള്ള ഏറ്റുമുട്ടൽ എന്ന പേരിലുള്ള നടക്കുന്ന കൊലപാതകങ്ങൾ അത് അടുത്ത കാലത്തായി ഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയണം. സ്റ്റേറ്റ് ടെററിസം, അതായത് ഭരണകൂട ഭീകരത എന്ന് പറയപ്പെടുന്ന ആ ഒരവസ്ഥാവിശേഷം തന്നെയാണ് ഇത്. തീർച്ചയായും അന്തസ്സോടെ ജീവിക്കാനുള്ള മനുഷ്യാവകാശത്തിന് നേരെയുള്ള കയ്യേറ്റം മാത്രമല്ല, നിരപരാധികളിൽ ശിക്ഷിക്കപ്പെടുകയും അതേ അവസരത്തിൽ അപരാധികൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഈ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ മൂലം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. അതിനെതിരായിട്ട് ഒട്ടേറെ പരാമർശങ്ങൾ പണ്ടും കോടതികൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം സ്പർശിച്ച ശേഷം സുപ്രീം കോടതി അവസാനമായി 16-ന ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഭരണഘടനയുടെ 141-ാം വകുപ്പ് പ്രകാരം ഇത് നിയമം തന്നെയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വിധിന്യായം അവസാനിക്കുന്നത്. അതുകൊണ്ട് എന്തു തന്നെയായാലും മേലിൽ കഴിഞ്ഞ സംഭവങ്ങൾ എന്തോ ആവട്ടെ, മേലിൽ ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങൾ രക്ഷിക്കപ്പെടും, ഭരണകൂട ഭീകരതയിൽ നിന്ന് ഒരു പരിധിവരെ പൗരന്മാർക്ക് രക്ഷ ലഭിക്കും എന്ന് കരുതാൻ തീർച്ചയായും സാധ്യതയുണ്ട്. ആ ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ആൾ. തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, രാജ്യത്തെ ഏറ്റവും കോളിളക്കം സൃഷ്ടിക്കപ്പെട്ട വ്യാജ ഏറ്റുമുട്ടൽ കേസുകൾ ഗുജറാത്തിൽ നിന്നുള്ളതാണ്. 2002-2006 കാലത്ത് 22 ഏറ്റുമുട്ടലുകളുണ്ടായി ഗുജറാത്തിലെന്ന് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ പറയുന്നു. അതിൽ 4 എണ്ണം വ്യാജ ഏറ്റുമുട്ടലുകളായിരുന്നു. വലിയ തോതിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും നിയമ നടപടികളിലൂടെ കടന്നു പോവുകയും ചെയ്യുകയാണവ. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ആ കേസുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ന് മാത്രമല്ല, താങ്കളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അമിത്ഷാ ആരോപണ വിധേയനായിരുന്നു, ജയിലിൽ കിടന്നിട്ടുണ്ട് വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിൽ. സുപ്രീം കോടതിയുടെ മാർഗരേഖ ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ ഗ്രഹിക്കേണ്ടതുണ്ട് BJP, ഈ പറഞ്ഞ വ്യക്തികൾ, ഗുജറാത്ത് സർക്കാർ എന്ന് തോന്നേണ്ടതുണ്ടോ?
അദ്ദേഹം ടെലിഫോൺ ലൈനിലായിരുന്നു. ആ ബുദ്ധിമുട്ട് ഉണ്ട്. അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനൻ, ഏത് വിധത്തിൽ താങ്കൾ കാണുന്നു സുപ്രീം കോടതിയുടെ നിർണായകവും പ്രധാനവുമായ ഈ മാർഗരേഖയെ? ഈ 97 അറസ്റ്റിനെ സംബന്ധിച്ച് DK ബറുവയുടെ കേസിൽ, DK ബാസുവിന്റെ കേസിൽ ഒട്ടേറെ നല്ല നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങൾ പിന്നീട് ക്രിമിനൽ നടപടി ചട്ടങ്ങളിൽ ചേർക്കുകയും അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കീഴ്വഴക്കങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ നല്ല ഒരു വിധിന്യായമായി അതിനെ എല്ലാവരും പ്രകീർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീടുള്ള കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ അപ്പോഴും അറസ്റ്റും പീഡനങ്ങളും എല്ലാം തന്നെ തുടരുന്നു. ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വീട്ടു ജോലി ചെയ്ത ഒരു സ്ത്രീയുടെ നട്ടല്ലൊടിഞ്ഞ ഒരു സംഭവം നമ്മളിവിടെ കണ്ടതാണ്. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ എഴുതപ്പെട്ട ചരിത്രത്തിലെ ഏറ്റുമുട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ വർഗീസിന്റെ ഏറ്റുമുട്ടൽ തന്നെയാണ്. ആ വർഗീസിന്റെ ഏറ്റുമുട്ടലിലും ഒട്ടേറെ രേഖകളെല്ലാം അവർ ചമച്ചിട്ടുണ്ടായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇൻക്വസ്റ്റ് പ്രേതവിചാരണ നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ തോക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം എഴുതി തള്ളപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ നമുക്ക് ഈ നിർദ്ദേശങ്ങളെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ പ്രാഥമികമായിട്ട് കുറെ നല്ല നിർദ്ദേശങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ ഏറ്റുമുട്ടൽ കൊലപാതകത്തിന് ഒരു അർത്ഥവിരാമമെങ്കിലും ഇടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ആശങ്കയ്ക്ക് വകയുണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 197 വകുപ്പാണ്. കാരണം കൃത്യ നിർവഹണത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഏതാണ്ട് പരിപൂർണമായി തന്നെ സംരക്ഷണം നൽകുന്ന ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 197 വകുപ്പിനെ ഭേദഗതി ചെയ്യാത്തിടത്തോളം കാലം ഈ ഏറ്റുമുട്ടൽ കൊലപാതകത്തിന് യാതൊരു കാരണവശാലും വിരാമമിടാൻ കഴിയില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇപ്പൊ 2006 മൊയ്ത്തയുടെ കേസിൽ നമ്മുടെ കേരളത്തിൽ പോയ ജസ്റ്റിസ് PK ബാലസുബ്രഹ്മണ്യനും സബർവാളും ഉൾപ്പെട്ട 3 അംഗ ബെഞ്ചിൽ PK ബാലസുബ്രഹ്മണ്യം ജസ്റ്റിസ് നടത്തുന്ന ഒരു പരാമർശം, ആ ഒരു വിധിന്യായത്തിൽ, മൊയ്ത്രയുടെ വിധിന്യായത്തിലാണ് ജോലിക്കിടയിൽ സംഭവിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണം ഉണ്ട് എന്ന അർത്ഥത്തിൽ വരുന്നത്. പിന്നീട് ഏതെങ്കിലും കേസ് നമ്മൾ പോലീസുകാർക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും കോടതികളിൽ വന്ന് റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഡിസെന്റ് ചെയ്തുകൊണ്ട് അന്ന് തന്നെ ജസ്റ്റിസ് CK തക്കറുടെ വിധിയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജോലിക്കിടയിൽ ചെയ്യുന്ന ഏത് കുറ്റകൃത്യങ്ങൾക്കുമല്ല, അത് വളരെ അനിവാര്യമായ ദർ ഷുഡ് ബി എ നെക്സസ്, ഒരു പൊക്കിൾക്കൊടി ബന്ധം വേണം. അവരുടെ ആ പ്രവൃത്തിയും അവരുടെ ജോലിയും തമ്മിലൊരു ബന്ധം വേണം. അപ്പോൾ മാത്രമാണ് അതിന് പരിപൂർണമായ സംരക്ഷണം അവർക്ക് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംരക്ഷണം ഈ ഇപ്പൊ 197 എന്തെങ്കിലും വിധത്തിലുള്ള ഒരു നല്ല വ്യാഖ്യാനം, ഒരു നേരത്തെ പറഞ്ഞത് ഫുൾ ബെഞ്ചായതുകൊണ്ട് 3 ജഡ്ജിമാരുടെ ബെഞ്ചായതുകൊണ്ട് പിന്നീട് വന്ന വിധിന്യായങ്ങളെല്ലാം തന്നെ ഈ 3 അംഗ ബെഞ്ചിന്റെ വിധിയെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നീടുള്ള വിധിന്യായങ്ങളെല്ലാം വരുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോ ഈ ഒരു പൊതു താൽപര്യ ഹർജിയിലൂടെ ഈ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് ഒരു പരിധിവരെ അംഗീകരിക്കാം. കാരണം ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ പെരുമഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു ദുർദിനങ്ങളിൽ ശരി നമുക്കൊരു ഒരു വെള്ളി വീഴുന്നത് പോലെ, ആകാശത്തൊരു കൊള്ളിയാൻ മില്ലുന്നത് പോലെ നമുക്കിതിനെ വിലയിരുത്താം, നല്ലത് തന്നെ. പക്ഷെ അപ്പൊ പോലും ഇതിനെ എന്നേക്കുമായി നമുക്ക് ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് അർത്ഥമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ പറയുന്നത് തന്നെ നോക്കുക, ആരാണ് അന്വേഷിക്കേണ്ടത്? പോലീസ് ഉദ്യോഗസ്ഥൻ. സ്വതന്ത്രമായി ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് അവരുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയുക? ശരി, മനുഷ്യാവകാശ കമ്മീഷൻ അറിയിക്കണമെന്ന് പറഞ്ഞു, അത് അത്രയും നല്ലത്. കാരണം രേഖകൾ ഉണ്ടാകുമല്ലോ, ഒരാൾ കൊല ചെയ്തു എന്നുള്ളതിന്റെ രേഖകൾ ഉണ്ടാകാൻ മനുഷ്യാവകാശ കമ്മീഷനെ ഇത് അറിയിക്കുന്നതല്ല തന്നെ. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന, വളരെ സത്വരവും ചടുലവുമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ രൂപം എത്തപ്പെട്ടിട്ടുവെങ്കിൽ ശരി, മനുഷ്യാവകാശ കമ്മീഷന് ഈ ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ കൈയോടെ ഇടപെടാനും അതോടൊപ്പം തന്നെ അതിനെ സംബന്ധിച്ച് തെളിവുകൾ ശേഖരിക്കാനും എല്ലാം കഴിയും. മറിച്ച് നോക്കുക, ഇപ്പോ ശരി, അവർക്ക് ആർക്കും തന്നെ യാതൊരു കാരണവശാലും പാരിതോഷികങ്ങൾ കൊടുക്കരുത്, അല്ലെങ്കിൽ ഈ വിചാരണ കഴിയുന്നതുവരെ സ്ഥാനമാനങ്ങൾ കൊടുക്കരുത് എന്നെല്ലാം പറയുന്നത് തന്നെയാണ്. ഇപ്പൊ വർഗീസിന്റെ കേസിൽ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. കാരണം അന്ന് ആചാര്യക്ക്, ഈ വർഗീസിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ആചാര്യക്ക് പ്രമോഷൻ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ചില ഭീകരന്മാരെന്ന് മുദ്ര കുത്തപ്പെട്ടുന്ന ആളുകളെ കൊന്നുകഴിഞ്ഞാൽ വീരശൃംഖല വരെ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുമ്പോൾ ഇത് ഒരു ഇൻഡ്യൂഷനായിട്ട് മാറും, ഒരു സ്റ്റിമുലന്റ് ആയിട്ട് മാറുന്നു. ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ വിദഗ്ധന്മാർ നമ്മൾ ഗുജറാത്തിലേക്ക് ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥന്മാരെ കാട്ടിലും വളരെ വിദഗ്ധന്മാരായ ആളുകളാണ് അവർ, അത്രയും പേർ. അവർക്കെല്ലാം തന്നെ പടിപടിയായിട്ട് പ്രൊമോഷനും പാരിതോഷികങ്ങളും എല്ലാം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, അഡ്വക്കേറ്റ് മധുസൂദനൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഒ അബ്ദുറഹ്മാൻ, ഇത് എതിർക്കപ്പെടേണ്ട സംഗതിയാണ്. വ്യാജമായ ഏറ്റുമുട്ടൽ ഉണ്ടാക്കി കൊലപാതകം നടത്തുന്നത്, എക്സ്ട്രാ ജുഡീഷ്യൽ കൊലപാതകങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായത്തിൻ്റെ, മാനുഷികമായി ശരിയായിരിക്കുന്ന അഭിപ്രായത്തിൻ്റെ എതിർവശത്ത് നിന്ന് നോക്കിയാൽ, മറ്റൊരു പക്ഷത്ത് നിന്ന് നോക്കിയാൽ അങ്ങനെയല്ലാതെ അതിനും വേണ്ട ഒരു സുരക്ഷ, അതായത് ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം പോലുള്ള സംഗതികൾ ഉണ്ടാകുന്നു. അവിടെ ഏറ്റുമുട്ടൽ നടത്തേണ്ടത് ആധുനികമായിട്ടുള്ള ആയുധങ്ങളുമായി വരുന്ന ആളുകൾക്ക് നേരെ ഇതേ പോലീസുകാർ തന്നെയാണ് ജനക്കൂട്ടത്തെ, രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെടിയുതിർക്കേണ്ടി വരുന്നത്. അവർക്ക് പിന്നീട് വലിയ നൂലാമാലകളിലേക്ക്, നിയമ നടപടികളിലേക്ക്, ശിക്ഷാ നടപടികളിലേക്ക് പോകേണ്ടി വരുന്നത് അവരുടെ ആ സേന എന്ന നിലയിൽ അവരെ നിർവീര്യമാക്കുകയില്ലേ? അതിൻ്റെ ആവശ്യകതയില്ല. അതിൻ്റെ പ്രസക്തി അത്തരം ഒരു സന്ദർഭം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അത്തരം സംഭവങ്ങളെക്കുറിച്ചേ അല്ല. രാജ്യത്ത് പൊതുവായ ക്രമസമാധാനത്തിന് ഭീഷണി വരുന്ന കലാപങ്ങൾ, അതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ, ഇതിനെല്ലാം സർവ്വശക്തി ഉപയോഗിച്ച് നേരിടേണ്ടി വരും. നമ്മുടെ സുരക്ഷാ സേന കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സംബന്ധിച്ച് പരാതികളും നിലവില്ല. ഇത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ അന്വേഷിക്കാൻ പോയി എന്ന പേരിൽ ചില ആളുകളെ സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ചിലപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഭീകരമായിട്ട് അവരെ ഭേദ്യം ചെയ്തുകൊണ്ട് ജയിലറയിൽ താമസിപ്പിക്കുന്നു. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് പറയുന്നത് എൻകൗണ്ടറിലാണ് സംഭവിക്കുന്നത്. ഇത്തരം സംഭവങ്ങളിലേക്കാണ് ഈ ഗൈഡ് ലൈൻ കാര്യമായി മുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പണ്ട് 2013 മാത്രം 51,000-ൽ പരം കേസുകൾ പോലീസിൻ്റെ അതിക്രമങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത് 26,000 വെറും പരാതികളാണ്, അടിസ്ഥാനമില്ല എന്ന് കണ്ടുവിട്ടു. ബാക്കി പകുതിയോളം പരാതികളിൽ 700 ചില്ലാനം കേസുകളിൽ മാത്രമാണ് കേസെങ്കിലും പേരിലെടുത്തത്. വെറും 53 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. ഈ സാഹചര്യം അങ്ങേയറ്റം അപമാനകരവും നിയമവിരുദ്ധമായ സംഗതികളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രം സഹായിക്കുന്നതുമാണ്. അതിനൊരു വിരാമമിടാൻ ഒരു പക്ഷേ ഈ ഗൈഡ് ലൈൻ സഹായിക്കുമെന്നതുകൊണ്ടാണ് നമ്മളൊക്കെ അതിനെ സ്വാഗതം ചെയ്തത്. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് മധുസൂദനൻ, സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെ. പക്ഷേ അപ്പോഴും ഇരിക്കുന്നൊരു പ്രശ്നം, ഈ മാർഗരേഖ പോലീസുകാർക്ക്, ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സുപ്രീം കോടതി പുറത്തിറക്കുമ്പോൾ DGP ബൻസാര അദ്ദേഹത്തിനെതിരായ കേസിൽ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മൊഴിയായി നേരത്തെ എവിടെയോ വായിച്ചത്, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പാക്കുക മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുകയല്ല, പക്ഷേ എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നുണ്ടെങ്കിൽ എന്നെ അത് ഏൽപ്പിച്ച ആളുകൾ കൂടെ കുറ്റക്കാരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ മാർഗരേഖ ഇത് രാഷ്ട്രീയാധികാരം ഉപയോഗിച്ച് എക്സ്ട്രാ ജുഡീഷ്യൽ മർഡേഴ്സ് നടത്താൻ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ തടയുന്നതിന് പ്രാപ്തമാണോ എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? കൊണ്ടാണ്, അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നയത്തിനനുസൃതമായിട്ടാണ് ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഒരു ഡിഫൻസ് ഒരിക്കലും അംഗീകരിക്കപ്പെടില്ല. കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഡിഫൻസേ അല്ല എന്ന് കാണാൻ കഴിയും. ഇവിടെ നേരത്തെ അബ്ദുൾ റഹ്മാൻ സാഹിബ് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഏർപ്പെടുമ്പോൾ പോലീസ് സേനയ്ക്ക് സംരക്ഷണം കിട്ടേണ്ടത് ആവശ്യം തന്നെയാണ്. നമ്മൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചല്ലോ. ഇപ്പോൾ തക്കറെല്ലാം പറഞ്ഞത്, CK തക്കറിന്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞത്, ഇത് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണവും ഈ ഏറ്റുമുട്ടൽ കൊലപാതകവും തമ്മിലൊരു പൊക്കിൾ കൂടി ബന്ധം വേണം. വളരെ അനിവാര്യമായ ഒരു സാഹചര്യമാണ്. ഡ്യൂറിംഗ് ദ ഡിസ്ചാർജ് ഓഫ് ദ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ജോലിക്കിടയിൽ സംഭവിക്കുന്ന എന്തിനും കിട്ടുന്ന ഒരു സംരക്ഷണമല്ല. മറിച്ച് വളരെ ന്യായയുക്തമായിട്ട് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അത് ജസ്റ്റിസ് പസായത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ, ഡിപ്പാർട്ട്മെന്റിലായിട്ടോ മറ്റോ നടപടി സ്വീകരിക്കാൻ ബാധ്യസ്ഥമാകുന്ന തരത്തിലായിരുന്നു അവരുടെ ആ ഉപേക്ഷ, അതായത് ആ ജോലിയിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. അതായത് ആ പ്രവൃത്തി അവർ ചെയ്യണമായിരുന്നു. ചെയ്തില്ലെങ്കിൽ അവർ ശിക്ഷണ നടപടിത്തിന് വിധേയമാകുമായിരുന്നു. അതാണ് അവിടുത്തെ ടെസ്റ്റ്. അങ്ങനെ അവർ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ ശിക്ഷണത്തിന് വിധേയമാകുമോ ഇല്ലയോ എന്ന ആ ഒരു ടെസ്റ്റാണ് കാതലായ ഒരു ലിറ്റ്മസ് ടെസ്റ്റ്. അങ്ങനെ ഒരു ടെസ്റ്റിന് വിധേയമാക്കി കഴിഞ്ഞാൽ അബ്ദുൾ റഹ്മാൻ സാഹിബ് ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ കിട്ടണമെന്ന്